കാണുന്ന പ്രശ്നത്തിന്റെ അടിസ്ഥാനമായിട്ടുള്ള കാരണം. ഡോക്ടർ തോമസ് ചെറിയാൻ ഇടപ്പള്ളിയിൽ നിന്ന് നമുക്കൊപ്പം തത്സമയം ചേരുന്നു. പ്രേക്ഷകർക്കും റിപ്പോർട്ടറിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാം. അതിനുള്ള ലൈൻ ഇപ്പോൾ നമ്മൾ ഓപ്പൺ ആക്കിയിരിക്കുകയാണ്. നമ്പർ ഇപ്പോൾ നമ്മുടെ സ്ക്രോൾ ചെയ്ത് പ്രേക്ഷകരെ കാണിക്കും. ഡോക്ടർ തോമസ് ചെറിയാൻ, മാലിന്യ നീക്കം എല്ലായിടത്തും പ്രശ്നമാണ്. അത് ഞെളിയൻപറമ്പായാലും വിളപ്പൻശാലയായാലും ഈ സംസ്കരണ കേന്ദ്രങ്ങളൊക്കെ ഇല്ലാതാകുമ്പോൾ എവിടെ കൊണ്ട് തള്ളണം? അതായത് സ്വന്തം വീട്ടുപറമ്പിൽ മാലിന്യം കുഴിച്ചിട്ടുകൊണ്ടിരുന്ന ആളുകളാണ്, അല്ലെങ്കിൽ സംസ്കരിച്ചുകൊണ്ടിരുന്ന ആളുകളാണ് ഒരു കാലത്ത് കേരളത്തിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ എവിടെയും മാലിന്യം ഉത്തരവാദിത്തമില്ലാത്ത മനുഷ്യരായി നമ്മൾ മാറിയോ എന്ന് സ്വയം ചോദിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ ഈ ആമയിഴഞ്ചാൻ തോട് ഇങ്ങനെ കിടക്കുകയാണ്. എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? ഗുഡ് മോർണിംഗ് മാഡം. ഇങ്ങനെ ഒരു അവസരം തന്നാൽ ഞാൻ റിപ്പോർട്ടർ ടിവിയെ ആദ്യമായി അഭിനന്ദിക്കുന്നു. ഞാൻ എറണാകുളം ഇടപ്പള്ളിയിൽ നിന്നാണ് ഇപ്പോൾ വിളിക്കുന്നത്. ഞാൻ ഇന്ത്യക്ക് പുറത്ത് ജോലി ചെയ്യുന്ന ഒരു ഡോക്ടറാണ്. 45 വർഷമായി UAE വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവധിക്ക് വന്നപ്പോഴാണ് നിങ്ങളുടെ ഈ പ്രോഗ്രാം ഞാൻ കാണുന്നത്. ഏതായാലും ആമയിഴഞ്ചാൻ തോടിലെ ആ മരണം ഞാൻ ഇന്നലെ കണ്ടു, TV കൂടെ കണ്ടു. കേരളത്തിലെ ഒരു അവസ്ഥ, ഇൻക്ലൂഡിങ് ട്രിവാൻഡ്രം ആൻഡ് കൊച്ചി, എറണാകുളം, അതുപോലെ എല്ലാ സിറ്റീസിലും ഇങ്ങനെ മാലിന്യങ്ങൾ തള്ളി ഇത്രയും നമ്മളെക്കുറിച്ച് ഏറ്റവും ശുചിത്വവും സാക്ഷരതയുമുള്ള ഒരു ജനമാണെന്നാണ് മലയാളിയെക്കുറിച്ച് പറയുന്നത്. സാക്ഷരത, ശുചിത്വം. എന്നിട്ട് എന്താണ് ഇങ്ങനെയാണെന്ന്? ഒന്നാമത് കർശന നിയമം വേണം മാഡം. കർശന നിയമങ്ങളില്ലെങ്കിൽ ഇതെല്ലാം കാറ്റിൽ പറത്തും. ഈ ഗൾഫ് നാടുകളിലൊക്കെ കർശന നിയമമുണ്ട്, ശിക്ഷ കിട്ടണം. ഒന്നാമത് അത് വേണം, എന്നാലേ ജനങ്ങളത് പോയി. പിന്നെ ഇത് സംസ്കരിക്കാനുള്ള അതിനുള്ള മാർഗങ്ങൾ അത് ഗവൺമെൻറ് ഉണ്ടാക്കി കൊടുക്കണം. അല്ലെ ജനങ്ങൾ എന്താ ചെയ്യും? ഈ അവശിഷ്ടങ്ങളൊക്കെ എവിടെ കൊണ്ട് എന്ത് ചെയ്യും? എല്ലാ സിറ്റികളിലും, എസ്പെഷ്യലി കേരളത്തിലെ തലസ്ഥാനം ട്രിവാൻഡ്രം, കൊച്ചി, നമ്മുടെ മഹാനഗരം, അവിടെയൊക്കെ ഈ മാലിന്യം, ഇവിടെ പണ്ട് മാലിന്യം തീ കത്തിച്ച ഒരു അവസ്ഥ ഉണ്ടല്ലോ. നമുക്ക് വേറെ എത്രയോ കാര്യങ്ങൾക്ക് നമ്മൾ പണം ചെലവാക്കുന്നു. പക്ഷേ ഇങ്ങനെ ഇതൊക്കെ ഇല്ലെങ്കിൽ ആളുകളുടെ ജീവൻ, രോഗങ്ങൾ വരുന്നു, കൊതുക് പെരുകുന്നു. എത്രയോ ഇപ്പം ഡെങ്കി ഫീവർ പോലുള്ള രോഗങ്ങൾ. ഇന്നലെ മനോരമയിലെ കുറിച്ച് റിപ്പോർട്ടുണ്ടായിരുന്നു. ഇതിനൊക്കെ ഒരു ശാശ്വത പരിഹാരം. തീർച്ചയായും അതിനൊക്കെയുള്ള ഒരു പരിഹാരത്തിന് വേണ്ടിയാണ് നമ്മൾ ആസ് എ മീഡിയ ആക്ടിവിസ്റ്റ് ഈ ഉത്തരവാദിത്തം ഏറ്റെടുത്തത്. തീർച്ചയായിട്ടും നിങ്ങളെ ഞാൻ വളരെ അഭിനന്ദിക്കുന്നു. ഇത് എങ്ങനെയെങ്കിലും തീർത്തേ പറ്റത്തുള്ളൂ. ജനങ്ങൾ കൂടി, അവശിഷ്ടങ്ങൾ കൂടി എന്ന് പറഞ്ഞുകൊണ്ട് ഇത് റെയിൽവേ ആണോ കോർപ്പറേഷൻ ആണോ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാതെ ഇതിനൊരു ഇല്ലേ, ഒരു മനുഷ്യന് 10,000. ഇവിടെ പന്നി, എൻ്റെ സ്വദേശം, ഐ ആം ഫ്രം പത്തനംതിട്ട ഡിസ്ട്രിക്ട്, പന്തളം. അവിടെ പന്നി ഇറങ്ങുന്നു, പട്ടി കടിക്കുന്നു, പാമ്പ് കടിക്കുന്നു. മനുഷ്യജീവന് ഒരു വിലയില്ലേ? 10 ലക്ഷം രൂപ കൊടുത്താൽ അത്രയേ ഉള്ളൂ ഒരു മനുഷ്യജീവൻ. എന്ത് കഷ്ടമാണ് ഇവിടെ. തീർച്ചയായും അങ്ങയുടെ ആ ചോദ്യം ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്. ഡോക്ടർ തോമസ് ചെറിയാൻ എന്ന പ്രേക്ഷകനാണ് ഇടപ്പള്ളിയിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്. വിദേശത്ത് ജോലി ചെയ്യുന്നയാൾ നാട്ടിലെത്തിക്കഴിഞ്ഞപ്പോൾ, നാട്ടിൽ അദ്ദേഹം പന്തളത്ത് നിന്നാണ്, ഇപ്പോൾ എറണാകുളം ഇടപ്പള്ളിയിൽ താമസിക്കുന്നു. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ പ്രസക്തമല്ലേ? നമ്മളൊന്ന് ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ എല്ലായിടത്തും അനാസ്ഥയാണ്. രാഷ്ട്രീയമായ വാഗ്വാദങ്ങളെക്കാൾ നാട് നന്നാക്കാൻ ആർക്കാണ് നേരം എന്ന് മലയാളി ചോദിച്ചു പോവുകയാണ് നേതാക്കളുടെ മുഖത്ത് നോക്കി. കാരണം ഇതൊക്കെയാണ് ഇടപെടേണ്ട, പരിഹരിക്കേണ്ട വിഷയങ്ങളെന്ന് എന്നാണ് ഈ നേതാക്കളൊക്കെ ഒന്ന് മനസ്സിലാക്കുക? ജനത്തിന്റെ ജീവൽ പ്രശ്നങ്ങളിൽ ഇടപെട്ട് അതിനൊരു പരിഹാരം ഉണ്ടാക്കുമ്പോഴാണ് നിങ്ങൾ ജനനായകരായി മാറുന്നത് എന്നത് പ്രിയപ്പെട്ട നേതാക്കളെ നിങ്ങൾ ഓർമ്മിക്കുക, അധികൃതരെ നിങ്ങൾ ഓർമ്മിക്കുക.